Next, we discuss the data validation techniques in Excel. Data validation ensures users enter correct and meaningful data. അതായത് ഡാറ്റ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഡാറ്റ വാലിഡേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ ഈ ടെസ്റ്റ് ഫങ്ഷൻസിൻ്റെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഡാറ്റ വാലിഡേഷൻ സെയിം യൂണിറ്റിൽ തന്നെയാണ്. അപ്പോൾ വാലിഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: ഒരാളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ മിസ്സായിട്ട്, സപ്പോസ് നമ്മൾ ബൈ മിസ്റ്റേക്ക് ഓർ എനി നമ്മൾ എന്താണ് വേറെ വല്ലതും ഇപ്പോൾ ആധാർ നമ്പർ അല്ലെങ്കിൽ പാൻ നമ്പർ ഒക്കെ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ അറിയാതെ ഒരു ലെറ്റേഴ്സോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ കയറി വരാം. സപ്പോസ് നമ്മളുടെ കൈയൊക്കെ തട്ടിയിട്ട്, അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ച് അടുത്ത ഒരു കോളം ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ അപ്പോഴേ എന്ത് നടക്കും? വാലിഡേഷൻ നടക്കും. ഇല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പോൾ വാലിഡേഷൻ നടക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോളത്തിലെ വാല്യൂ ഉദ്ദേശിച്ചത് തന്നെയാണോ, കറക്റ്റ് ഫോർമാറ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിനെയാണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് എൻഷുർ ചെയ്യും? യൂസർ എൻ്റർ ചെയ്തത് കറക്റ്റ് തന്നെയാണോ, മീനിങ് ഫുൾ ഉള്ളതാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിനെയാണ് ഡാറ്റ വാലിഡേഷൻ. ഓക്കെ, ഫസ്റ്റ് വാലിഡേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം: യെസ്, നോ, മേ ബി. ഇതാണ് ഒരാൾ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ സപ്പോസ് ഞാൻ കംപ്ലീറ്റ്ലി സ്മാൾ എസ് ടൈപ്പ് ചെയ്തു, നിങ്ങൾ വൈ, മറ്റൊരാൾ വൈ ക്യാപിറ്റലും മറ്റേത് രണ്ടും സ്മാളായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം സെയിം ആണ്. അയാളുടെയും രണ്ടുപേരുടെയും ആൻസർ യെസ് ആണ്. പക്ഷെ ഒന്ന് ക്യാപിറ്റലാണ്, ഒന്ന് ഫുൾ ക്യാപിറ്റലാണ്, ഒന്ന് ഫുൾ സ്മാളാണ്, മറ്റേത് പ്രോപ്പർ ഇതാണ്. അപ്പോൾ ഇതിനൊരു ഇത് വേണം. ഓക്കെ, ഇപ്പം ഞാനൊരു മലപ്പുറം ടൈപ്പ് ചെയ്തു, മലപ്പുറം എന്നുള്ള പ്ലേസ്, നിങ്ങൾ മലപ്പുറം ടൈപ്പ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ ഓരോ ഡിഫറൻസുകളുണ്ട്. ഒന്നെങ്കിൽ കേസിൽ ഡിഫറൻസ്, അതുമല്ലെങ്കിൽ സ്മാൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ഇപ്പോൾ പാലക്കാടിന് ചിലവർ ഡി ഇടും, പാലക്കോട് GOT ഇടുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള മിസ്റ്റേക്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു യൂസറിനെ കൊണ്ട് ടൈപ്പ് ചെയ്യിപ്പിക്കരുത് മാക്സിമം. അപ്പോൾ അതിനൊരു ലിസ്റ്റ് അവിടെ ഇടുക, ഇതിലേതാണ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ആൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് മാത്രം സെലക്ട് ചെയ്യിപ്പിക്കുക. ഇതൊരു നല്ല എന്താണ്, ഇൻപുട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അതായത് എല്ലാ രീതിയിലുള്ള ഇൻപുട്ടുകൾ വരാതെ, നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻപുട്ടുകളിൽ എറർ വരാതിരിക്കാൻ മാക്സിമം യൂസറിനെ കൊണ്ട് ടൈപ്പ് ചെയ്യിപ്പിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വാലിഡേഷൻ ഇങ്ങനെ കൊടുക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് എക്സലിൽ കൊണ്ടുവരാം? നമ്മളിപ്പോൾ ഓരോ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെച്ചിട്ടും ഈ പരിപാടികളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ പക്ഷേ എക്സലിൽ ഇതെങ്ങനെയാണ്? അപ്പോൾ എക്സലിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ സെല്ല് അല്ലെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, ഡാറ്റ എന്നുള്ള മെനുവിൽ ഡാറ്റ വാലിഡേഷനിലേക്ക് പോകുന്നു. അലൗവിൽ നമ്മൾ ലിസ്റ്റ് ചൂസ് ചെയ്യും, എന്നിട്ട് കുറച്ച് വാല്യൂസ് എൻ്റർ ചെയ്യും. അപ്പോൾ അവിടെ ആ സെല്ലിൽ എന്ത് വരും? ആ ലിസ്റ്റ് വരും. അപ്പോൾ ഓരോരുത്തർ ഫില്ല് ചെയ്യുന്ന സമയത്ത് യെസ്, നോ, മേ ബി ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ സെലക്ട് ചെയ്ത ഒരു ഐറ്റം അവിടെ വരും. അപ്പോൾ ഈ സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ വാലിഡേഷൻ അലൗവിൽ ലിസ്റ്റ് വാല്യൂസ് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെല്ലിൽ എന്താ വരിക? സെലക്ട് യെസ് ഓർ നോ മേ ബി ഫ്രം എ ഡ്രോപ്പ് ഡൗൺ മെനു. ഒരു ആരോ ക്ലിക്ക് ചെയ്ത് താഴെ എന്താണ് ഒരു കോംബോ ബോക്സ് പോലെ വരും. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് ഡൗൺ മെനു അല്ലെങ്കിൽ കോംബോ ബോക്സ്, ലിസ്റ്റ്, ഇതൊക്കെ എന്താണ് ഇതിന് പറയുന്ന പേരുകളാണ്. ഓക്കെ, ഒരു ലിസ്റ്റിൽ നിന്ന് യൂസർ സെലക്ട് ചെയ്ത് ആൻസർ പറയാം.
ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ഇൻപുട്ടിനെ സ്പെസിഫിക് വാല്യൂയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ ക്രിയേഷൻ ഒരു മെത്തേഡ് ഓഫ് ഡാറ്റ വാലിഡേഷനാണ്. എന്നാൽ പിന്നെ തെറ്റിപ്പോകത്തില്ലല്ലോ. അടുത്തത് റെസ്ട്രിക്റ്റിംഗ് ഡാറ്റ ടു നമ്പേഴ്സ് ഓൺലി. ഇപ്പം നമ്മൾ പറയുന്നത് സ്പെസിഫിക് വാല്യൂസിലേക്കാണ്. ഇനി നമ്പർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റയിൽ അലോവിൽ ഹോൾ നമ്പർ കൊടുക്കണം. വേണമെങ്കിൽ റേഞ്ചും കൊടുക്കാം. 1 മുതൽ 1000 വരെ, 1 മുതൽ 50 വരെ, 1 മുതൽ 100 വരെയാണ് ഇപ്പോൾ ഇവിടെ എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ 101 എന്നുള്ളൊരു സംഖ്യ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഹോൾ നമ്പറിലേക്ക് സെറ്റ് ചെയ്യാം. ഇനി സ്പെസിഫിക് ഡേറ്റിലേക്ക് സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മളുടെ കലണ്ടർ ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ, അങ്ങനെ ഒരു ഡേറ്റിന് വെച്ചിട്ടാണെങ്കിൽ ഈ അലൗവിൽ നമ്മൾ ലിസ്റ്റ് എടുത്തു, ഹോൾ നമ്പർ എടുത്തു, അവിടെ ഡേറ്റ് എടുക്കുക, എന്നിട്ട് ഒരു സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തത് ഫോർമുലനെ ബേസ് ചെയ്തിട്ടുള്ള വാലിഡേഷനാണ്. അപ്പം നമ്മൾ ഹോൾ നമ്പറാണ്, അതേപോലെ എന്താ പറഞ്ഞത്, സ്പെസിഫിക് വാല്യൂസ്, ഡേറ്റുകൾ ഒക്കെ പറഞ്ഞു. ഇനി ഒരു ഫോർമുലനെ ബേസ് ചെയ്തിട്ടും നമുക്ക് കസ്റ്റം റൂൾസ് ഉണ്ടാക്കാം. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇമെയിൽ കറക്റ്റ് ഇമെയിലാണോ? അപ്പോൾ ഒരു ഇമെയിലിൻ്റെ അവസ്ഥ എന്താണ്? ഒരു സിമ്പിൾ മസ്റ്റ് ആണല്ലോ. അപ്പോൾ ആ സംഭവം A2 എന്ന് പറഞ്ഞ കോളത്തിൽ സെർച്ച് ചെയ്യുന്നു. സെർച്ചും ഫൈൻഡും നമ്മളിപ്പോൾ ആൾറെഡി പഠിച്ചതാണ്. അപ്പോൾ എന്ന സ്ട്രിങ് A2 എന്ന ഇമെയിൽ ടൈപ്പ് ചെയ്തതിൽ ഉണ്ടോ? കേസ് ഇൻസെൻസിറ്റീവ് ആണ് അത് സെർച്ച്. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ കിട്ടും. അതായത് പൊസിഷൻ നമ്പർ, അത് ഒരു നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താണ്, നമ്പർ ആയിരിക്കില്ലല്ലോ. ഓക്കെ, സാധനം അവിടെ ഉണ്ടെങ്കിൽ ഇന്ന പൊസിഷനിൽ കിട്ടും. അതൊരു നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ A2 ഒരു ഇമെയിൽ ID തന്നെയാണോ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം അങ്ങനെയും നമുക്ക് എന്താണ്, നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫോർമുല വെച്ചിട്ടും വാലിഡേഷൻ നടത്താം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാലിഡേഷനിൽ. അതിൽ ഇമെയിലൊന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ലാബിൽ ചെയ്യണം. ഇമെയിൽ, ഡേറ്റ്, ഹോൾ നമ്പർ, ഇതെല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെയുള്ള പല ഡാറ്റ വാലിഡേഷൻ ടെക്നിക്സ് ഇൻ എക്സൽ. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഡേറ്റ് റേഞ്ച്, ഹോൾ നമ്പർ റേഞ്ച്, ലിസ്റ്റ് വിത്ത് സ്പെസിഫിക് വാല്യൂസ് ആൻഡ് custom formula for email validation.